എന്റെ കൽബിലെ വെണ്ണിലാവല്ലേ നല്ല പാട്ടുകാരി തട്ടമിട്ട് ഞാൻ കാത്തു അല്ല അല്ല ഇതാരേത് നിലയല്ലേ എടാ ഒന്ന് എന്നിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും എങ്ങോട്ടാ പോന്നെ? എന്തായാലും അവള് പറഞ്ഞല്ലേ എഴുന്നേക്കട്ടെ അവിടെ ഇരിക്കും. ഡാർലിംഗ് എന്നെ ഓർമ്മയില്ലേ? എനിക്ക് ഇതാണ് ആദ്യത്തെ പ്രാവശ്യം നീ പറഞ്ഞതല്ലേടി. എന്നിട്ട് ആദ്യത്തെ ആളെ തന്നെ നീ മറന്നോ? എന്തൊരു നാണോ ഇത്. ചില പെണ്ണുങ്ങളടുത്ത് കിടന്നാലേ ആശ വരുള്ളൂ. പക്ഷെ നിന്നെ കണ്ടാൽ തന്നെ വല്ലാത്ത ആഗ്രഹം തോന്നുക. നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോടി? കാമസൂത്ര ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും രാത്രി മുഴുവൻ നീ എനിക്ക് പറഞ്ഞു തന്നല്ലേ. നിന്റെ നുണക്കുഴിയുടെ ഇടയിലുള്ള കറുത്ത പാട്, എന്റെ പൊന്നോ, നിന്നോട് അംഗം കൂടുമ്പോഴുള്ള സുഖം അത് എവിടെയും കിട്ടില്ല എന്റെ ചക്കരേ. അന്ന് സംഭവിച്ച ആ കാര്യങ്ങൾ ഇന്ന് വരെ എന്റെ നെഞ്ചിൽ ഒരു മുറിവ് പോലെ കിടപ്പുണ്ട്. ഇപ്പൊ നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ മതി, അടുത്ത മിനിറ്റ് ഞാൻ നിന്റെ കയ്യോടെ പൊക്കിക്കൊണ്ട് പോയി. ഈ നാട് മാത്രമല്ലടി, ഏത് നാട്ടിൽ പോയാലും നിന്നെ ഒരുത്തൻ വിളിക്കുക തന്നെ ചെയ്യും. നീ 10 പേരുടെ കൂടെ എന്നെ ഭേദമാക്കി എടുത്തതിന് ഞാൻ അന്നേ മരിക്കേണ്ടതായിരുന്നു. ഭർത്താവ് ലൈറ്റയുടെ ശരീരം നോക്കിയ നാണിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ. 10 പേരുടെ കൂടെ കിടന്നിട്ട് ദേശീയായി അലഞ്ഞിട്ട് ഒരല്പം പോലും ഉളുപ്പില്ലാതെ എന്റെ കൂടെ ജീവിക്കണോ അല്ലേ നിനക്ക്? എടീ, നീയൊക്കെ ഏത് ജന്മമാടി? ഇനി മേലെ ഞാൻ കണ്ടുപോകരുത് തേവിടിച്ച്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യം. എന്താ നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്ത്? നിർത്തേ, ഞാൻ ഇപ്പൊ പറയുവാ, പല പേരുടെ കൂടെ കിടക്ക പങ്കിട്ട് തേവിടിച്ചാ നീ. നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ നിന്റെ കൂടെ ഞാൻ ജീവിക്കണമെങ്കിൽ ഞാനൊരു തേവിടിച്ചിയുടെ മോനായിരിക്കണം. ഇനി ഒരിക്കലും തന്നെ ഞാൻ കണ്ടുപോകരുത്. ഏവന്റെ കൂടെയൊക്കെ കിടന്നിട്ട് അവസാനം എന്റെ കൂടെ ഒന്ന് ജീവിക്കാൻ നോക്കുക. ഇനി ഞാൻ കണ്ടുപോകരുത്. ഒരിക്കലും എന്റെ മുന്നിൽ നിന്ന് നേറി കേട്ടവളെ. നില, 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 എണീക്ക്. എഴുന്നേക്കാനല്ലേ പറഞ്ഞ? ഭാര്യമാർ ഈ ജോലിക്ക് പോകുന്നത് അറിയുമ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കും ദേഷ്യം വരുന്നതാണ്. ആണിന്റെ വർഗം തന്നെ ഇങ്ങനെയാ. അവന്റെ കാര്യം കഴിഞ്ഞല്ലോ, വിട്ടേച്ചു പോയി. അതുകൊണ്ട് നീ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ തന്നെ കിടക്കാൻ പോവാണോ? നിന്റെ ഭർത്താവ് എവിടെയും പോയിട്ടില്ല, അവന്റെ സ്വന്തം നാട്ടിൽ തന്നെയുണ്ട്. സത്യമാണോ? സത്യമായിട്ടും. നീ പോയി കാണ്. പോ. നോക്കി നോക്കി പോവാൻ നോക്ക്. പതുക്കെ, വഴക്കൊന്നും ഇടണ്ട. അവനെ പറഞ്ഞു മനസ്സിലാക്ക്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വല്ലവന്റെ കൂടെ കിടന്ന ഞാൻ കൂടെ കൂട്ടുന്നുണ്ടോ? ഓടി ഇവിടുന്ന്. നീ എന്നോ എന്റെ മനസ്സിൽ നിന്ന് മരിച്ചു കഴിഞ്ഞടി. സാരമില്ല, എന്ത് വേണമെങ്കിൽ പറഞ്ഞു. തെറ്റെന്റേതാ. നിങ്ങളെ രക്ഷിക്കാനല്ല ഞാൻ ഈ തെറ്റ് ചെയ്ത്. നിങ്ങൾ വാ, നമുക്ക് വീട്ടിൽ പോകാം. വാ. കയ്യെടുക്കടി, കൊന്നുകളയി ഞാൻ. പൊടി മാനം കെട്ട തേവിടിച്ച്. ഞാൻ മാനം നോക്കിയിരുന്നെങ്കിൽ നിന്റെ ജീവൻ പോയേനെ. സാരമില്ല, എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. വാ വാ. കയ്യെടുക്ക. മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോ. കുതിര മറിച്ചിട്ടതും പോരാഞ്ഞിട്ട് കുഴിയും തോണ്ടിയെന്ന്.
ദിവസം ഓരോരുത്തന്മാരുടെ കൂടെ പോയിട്ടേ ഇപ്പൊ സതി ലീലാവതി ചമയാണോ? നാണം കെട്ടവളെ, മര്യാദക്ക് പൊയ്ക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ വെട്ടി കൊല്ലും ഞാൻ. എന്താടി അവിടെ എടുക്കുന്നത്? ഇങ്ങോട്ട് വാടി. എന്താ അമ്മ ഇങ്ങനെ ഒച്ചയെടുക്കുന്ന? നിന്റെ മറ്റവള് വന്നിട്ടുണ്ടടി, പങ്കു ചോദിക്കാൻ വന്നിരിക്കുന്നു. ഏതാ വൃത്തിയിട്ടവളോ? ഇതാ വരുന്നു. അത് പറയാൻ നീ ആരാടി? എടി മിണ്ടിപ്പോയത്. മറ്റൊരുത്തിയെ കെട്ടിയോ? അതേടി കെട്ടിയടി. എന്താ ഇപ്പോ അത് ചോദിക്കാൻ നീ ആരാടി? പന്നെ തേവിടിച്ചി ഷൺമുഖ, 4 പേരോട് വാടി, വേഗം ഒന്ന് ഇറങ്ങി വാ. ഇവിടെ എന്താ നടക്കുന്നത് നോക്ക്. എവിടെയും വന്ന നീ വൃത്തിയിട്ടവളെ? വന്നിരിക്കുന്നു. നീ ആടി. ജീവിതം ഇവിടെ നശിപ്പിക്കാൻ നീ കേറി പറഞ്ഞെ. വന്നിരിക്കുകയാ എല്ലാം കൂടെ. ഇവിടെ കണ്ടമാനം വെറുതെ കിടന്ന് വിടരുത്. പൈസ ഉണ്ടാക്കുന്ന നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്. അയ്യോ മോളെ, എനിക്ക് പറ്റിയോ? ആ നീ കുടിക്കേ, ചുമ്മാ വെച്ചിരിക്കല്ലേ, വേഗം കഴിക്കേ. ഇവനൊരു സ്മോൾ കൂടി വെച്ചു കൊടുത്തേ. വെറുതെ കരയാതെ കുടിക്കേ. നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. ഞാനുണ്ട് ചേട്ടാ. ഞങ്ങളുണ്ട്. എന്ത് ക്ഷമിക്കുന്നേ ജാതിക്ക് ചേട്ടാ, നാണക്കേട്. ചേട്ടന് നിന്നെ കരയുന്നേ. നീ ഇങ്ങനൊന്നും പറയരുത്. എന്ത് മാത്രം നാണക്കേടാന്നറിയോ? കുടിക്കണേ. കരയില്ലേട്ടാ. എല്ലാവരും മുന്നേ വെച്ചാ നമ്മുടെ ക്ഷമിച്ചേക്കേ. ശരിയല്ലേ പറയുന്നത്? ഏട്ടൻ കരയാട്ടോ. ഏട്ടന്റെ വിഷമം തീർന്നു പറയാൻ. ഞാനല്ലേ ഇവിടെ കുടിക്കേ. ഞാൻ പറഞ്ഞേ കേട്ടാ, നമ്മൾ ഒന്നല്ലേ ചേട്ടാ, കുടിക്കേ. നമ്മൾ ഞാൻ തന്നെ കുടിക്കണേ. നിനക്ക് നല്ലതുണ്ടാവാൻ വേണ്ടിയല്ലടാ ഞാൻ അവളെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ അവളൊരുത്തിയ നമ്മളെ നാണം കിടത്തിയത്. ആ MLA നമ്മുടെ ജാതിയുടെ കാര്യം പറഞ്ഞ എന്റെ മുഖത്ത് കാറി തുപ്പിയത്. നില പൊലടി. ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ അന്ന് ചേട്ടൻ്റെ അടുത്ത് കിടത്തേണ്ടതായിരുന്നു അവളെ. പറ്റിപ്പോയി. എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് അവള് ലോകത്തുള്ള എല്ലാവരുടെയും കിടന്നു കേട്ടാ. പണത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി അവൾ എല്ലാവരുടെയും കിടന്നു. സുഖത്തിന് വേണ്ടി കിടക്കണമായിരുന്നെങ്കിൽ നിനക്ക് അസുഖം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കില്ലായിരുന്നു. നിന്റെ ജീവൻ രക്ഷിക്കാനല്ല ഞാൻ പോയത്. എന്നെ ആരെന്ത് പറഞ്ഞാലും നീ പറയരുതായിരുന്നു. മരിച്ചാ മതി, ഞാൻ മരിക്കാൻ പോവാ. ചേട്ടാ, എനിക്കൊന്നും വേണ്ടെന്നേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അവളെ കൊന്ന പ്രശ്നം തീരൂലല്ലേ? അവളെ മരണം അതൊരു സാധാരണ മരണമായിരിക്കാൻ പാടില്ല. ഇവിടെ ഉള്ള എല്ലാവരും അവളുടെ കൂടെ കിടന്ന് ആ വേദന അവൾക്ക് സഹിക്കാൻ പറ്റാതെ വേദനിച്ച് അവൾ ചാകണം. പലരുടെയും കൂടെ കിടന്ന് ഞാൻ ചാകണം, എന്നിട്ട് നീ സുഖമായിട്ട് ജീവിക്കണം അല്ലേ? നീ ഇനി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ഒറ്റക്കുത്തിന് ജീവൻ പോകണം. നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിന്റെ അമ്മ നിന്നെ വയറ്റിൽ ചുമന്നു. ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദിവസം ഓരോരുത്തനെയും എന്റെ ശരീരത്തിൽ ചുമന്നു. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ കിടന്നു കൊടുക്കണം. നീ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ നിനക്ക് ഞാൻ തേവിടിശിയായല്ലേ? ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഭാര്യ കിടന്നും കൊടുക്കും. തെറ്റായിട്ട് സംസാരിച്ച
ജീവൻ എടുക്കുകയും ചെയ്യും. ഇവളോ? നില, നിന്റെ നില, നീ ആഗ്രഹിച്ച നിലായ. എന്നോട് നിനക്ക് എന്തുമാത്രം സ്നേഹ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശരിക്കും നോക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് കിട്ടേണ്ടവളായിരുന്നു. വെറുതെ പറയരുത്. എന്നെ സ്വന്തമാക്കാൻ, എന്നെ വെപ്പാട്ടിയാക്കാൻ എന്റെ സ്നേഹം നശിപ്പിച്ച് ഷൺമുഖത്തെ എനിക്ക് കെട്ടിച്ചു വെച്ച് നിനക്കെന്നെ കിട്ടാതെ പോയി. എന്നെ ഇങ്ങനെ വേശ്യയാക്കിയത് എല്ലാം എന്നോട് നിനക്കുള്ള കാമം വെറി. അതല്ലേ, ഞാൻ തന്നെ നിന്നെ തേടി വന്നിരിക്കുക. മുഴുവനായിട്ട് തരാം. ഇതിനല്ലേ നീ കൊതിച്ചത് കമലക്കണ്ണ? വാ, നിന്റെ കൊതി തീരെ എന്നെ കെട്ടിപ്പിടിച്ചോ. വാ വാ കണ്ണ. എന്നോട് ദേഷ്യമൊന്നുമില്ല നിനക്ക്? എനിക്കും നിന്നോട് കൊതിയ. നീ എന്റേത് മാത്ര. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഇത്രയും കാത്തിരുന്നത്. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ ഞാനുണ്ടാവും. നിന്നെ പോലൊരു പെണ്ണിനെ സ്വന്തമാക്കാനായി ഞാൻ ഭാഗ്യം ചെയ്യണം. എനിക്കും അതെ. നിനക്ക് വേണ്ടി ആ ഷൺമുഖത്തെ കൊല്ലണോ ഞാൻ? ഞാൻ തന്നെ കൊന്നു. കൊന്നടാ. നീയൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. പണക്കാരിയായിട്ട് ജീവിക്കാനും ശരീരസുഖത്തിന് കൊതിച്ചു ഏതൊരു പെണ്ണും ഇഷ്ടപ്പെട്ട് തേപിടിച്ച് ആവാറില്ല. ദാരിദ്ര്യം മാറാൻ അച്ഛനമ്മയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി മാറേണ്ടി വന്നു. അതിന് കാരണം കാമവെറി പിടിച്ച നിന്നെ പോലെയുള്ള മൃഗങ്ങളാടാ. കൊഞ്ചി വളർത്തേണ്ട 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും നിങ്ങളുടെ കാമത്തിന് നിങ്ങൾ ബലിയാക്കുകയല്ലേ. കഷ്ടപ്പാട് പറയുന്നവർക്ക് കേൾക്കാൻ 2 കാതുണ്ട്. വിശക്കുന്നു എന്ന് പറയുന്നവർക്ക് ചോറ് കൊടുക്കാൻ 2 കൈയുണ്ട്. ഭർത്താവിന് മനസ്സുണ്ട്, മക്കൾക്ക് മടിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നിന്നെ പോലെയുള്ളവന്മാരുടെ കണ്ണില് സ്ത്രീകളുടെ ആ സ്ഥലം മാത്രമല്ലേ കാണാറുള്ളൂ. എന്നെപ്പോലെ ഏതൊരു പെണ്ണും വിശപ്പിനു വേണ്ടിയോ മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടിയും ഒരിക്കലും വേശ്യയായി മാറരുത്. മാറിയാൽ അവളുടെ ജീവിതം മാത്രമല്ല, അവളുടെ ഇനം തന്നെ നശിച്ചു പോകും.